പാലക്കാട് കേരളം ഇന്ത്യ മുഴുവനുമുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. മിലിറ്ററിയുടെ തന്നെ ഒരു സിവിൽ അതുപോലെ എക്സ് സർവീസ്മെൻ്റെ സേവനങ്ങൾ ചെയ്യുന്ന ECH, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. അതിൽ ഈ എക്സ് സർവീസ്മെൻ വേണ്ടുന്ന അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഹെൽത്തിന് വേണ്ടുന്ന ഒരു പോളിക്ലിനിക്. അപ്പം അതിൻ്റെ മാനേജിങ് ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്ററിൽ സന്ദർശിക്കാനും നമ്മളോടൊപ്പം കുറച്ച് സമയം വെക്കാനുമായിട്ട് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടിൻ്റെ റീജിയണൽ സെൻറ്റർ, പാലക്കാട് ജില്ലയുടെ റീജിയണൽ സെൻറ്റർ കൈകാര്യം ചെയ്യുന്നത് കേണൽ ശങ്കരനാരായണൻ ബ്രദറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവർ രണ്ടുപേരെയും ഒഫീഷ്യലായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഹ്മകുമാരി മീന ബെഞ്ചിക്ക് കൈമാറുകയാണ്. ഓം ശാന്തി. സമാദരണീയനായ മേജർ ജനറൽ സർ നടരാജൻ അവർകൾ നമ്മുടെ സ്നേഹപൂർണമായ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം പാലക്കാടിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ ചെറിയ പാലക്കാട് വിസിറ്റിലും നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി, ഇന്നലെയാണ് സിസ്റ്റർ മെസ്സേജ് ഇട്ടത്, ഇന്ന് രാവിലെ ഇങ്ങനെ ഇവിടെ രാവിലെ സത്സംഗത്തിൻ്റെ സമയമാണ്, സാറ് വരാൻ കഴിയുമെങ്കിലൊന്ന് വരണം. പക്ഷെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ബിസി ഷെഡ്യൂളിനിടയിലും സാറ് നമുക്ക് സമയം തന്നു, കൃത്യസമയത്ത് എത്തിച്ചേർന്നു. സാറിന് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ സർവ സഹോദരി സഹോദരന്മാരുടെയും പേരിൽ, സർവശക്തിവാനായ പരംപിത പരമാത്മാവിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ആദരവോടുകൂടിയ സ്വാഗതം, സ്വാഗതം, സ്വസ്വാഗതം. അതിനോടൊപ്പം ECHSൽ നിന്ന് ഇന്നലെ തന്നെ സാറ് വിളിച്ചിരുന്നു. സാറും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വിശേഷ സേവനം ആരംഭിക്കുന്നതിൻ്റെ ഉള്ള ഒരു തുടക്കം കൂടിയാണ്. സാറ് മൗണ്ട് അബുവിൽ വെച്ച് ബ്രഹ്മകുമാരീസും ECHSുമായിട്ടുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് സർവശക്തിവാനായ പരമാത്മാ ഒരു വിശേഷ സേവനത്തിന് വേണ്ടിയിട്ട് നിമിത്തമാക്കിയിരിക്കുകയാണ്. മൗണ്ട് അബുവിലെ സെക്യൂരിറ്റി സർവീസ് വിങ്ങിൻ്റെ പ്രോഗ്രാം നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ആദരണീയനായ നമ്മുടെ അമിത് ഷാജി ഉദ്ഘാടനത്തിനും വന്നിരുന്നു. അതിനുശേഷം രാജ്നാഥ് സിംഗ് ജി സാറ് പ്രോഗ്രാമിനെത്തിയിരുന്നു. സാറ് ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഈ MOU സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറിന് ഒരു വിശേഷ പാർട്ട് മാനവ സേവനത്തിന്, ഓൾറെഡി സ്നേഹിയും സേവാധരിയുമാണ്, ഇത്രയും വലിയ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ഈശ്വരീയ സേവനം സോഷ്യൽ സർവീസിനുള്ള ഒരു ചാൻസും കൂടി ഈശ്വരൻ നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആദരവും സമർപ്പിക്കുകയാണ്. ECHS നിന്നും ബ്രദർ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ 2 ഓഫീസർമാരും ഉണ്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നമ്മളുടെ കൂടെ രാവിലെ ഈ സുദിനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മേജർ സാറിൻ്റെ സഹധർമ്മിണിക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം, സ്വാഗതം, സ്വാഗതം. നമ്മുടെ സ്നേഹാദരവ് നമുക്ക് സാറിന് സമർപ്പിക്കാം. പൂച്ചെണ്ടായി, ഷോളായി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്നേഹാദരവിൻ്റെ ഒരു മൊമെൻറ്റും നമുക്ക് നൽകാം.
रंग बिरंगे लोग भाग गए हंसी खुशी की बोली। हो राग रंग संगीत नृत्य की सजी हुई है टोली। हाँ रंग बिरंगे लोग भाग है हंसी खुशी की बोली। राग रंग संगीत नृत्य की सजी हुई है टोली। हो कहीं दिवाली की मस्ती है बैसाखी कहीं होली। खेतों में खलिहानों में भी खिलती हंसी ठिठोली। एक एक मिल रहते सारे पवित्रता पहचान। मेरा देश मेरी शान। ये देश मेरा देश मेरी शान। मेरा देश मेरी शान। ये देश मेरी शान। നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിൽ ഇത്രയും സുരക്ഷിതരായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം തന്നെ അല്ലേ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് അല്ലേ നമ്മുടെ അതിർത്തികൾ കാത്തുകൊണ്ട് അല്ലേ നമ്മളെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ഉറക്കമൊഴിച്ച് അല്ല പല ത്യാഗങ്ങളും ചെയ്തിട്ടാണ് അവരിതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അല്ലേ ഒരു നമ്മുടെ മിലിറ്ററിയുടെ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന മേജർ സാറിനെ നമ്മൾ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് മാത്രമല്ല അല്ലേ മുഴുവൻ നമ്മുടെ ഡിഫൻസ് ഫോഴ്സിനും നമ്മളെല്ലാവരും നൽകുന്ന നമ്മുടെ കൃതജ്ഞതയും ആദരവും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ആദരവ് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചതിന് നമുക്ക് ജഗദീഷിനോട് വളരെയധികം നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിഫൻസ് ഫോഴ്സസ് വളരെയധികം ത്യാഗം ചെയ്യുന്നുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് അവരുടെ പ്രവർത്തന മേഖല എന്ന് നമുക്കറിയാം. വളരെ കഠിനമായിട്ടുള്ള രീതിയിലുള്ള അധ്വാനങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ. മാത്രമല്ല അവർക്ക് അതുകൊണ്ട് ധാരാളം തരത്തിലുള്ള സ്ട്രെസ്സ്, ടെൻഷൻ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അവർ കുടുംബത്തെ വിട്ടിട്ടായിരിക്കും അവർ ഇരിക്കുക. അപ്പോൾ വളരെയധികം മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നിറഞ്ഞതാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മകുമാരീസ് കുറേ കാലങ്ങളായിട്ട് ഡിഫൻസ് ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആൻഡ് സർവീസസ് ഒരു വിങ് തന്നെ അതിന് വേണ്ടിയിട്ടുണ്ട്. സോ ആ വിങ് കുറേ കാലങ്ങളായിട്ട് ഈ ഡിഫൻസ് ഫോഴ്സിലിരിക്കുന്നവരുടെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ റിട്ടയർ ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിലുള്ള എക്സ് സർവീസ്മെൻ അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ECHS എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ കൂടെ ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്ത് അവരുടെ സേവനങ്ങളും ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്റ്റെപ്പ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാലക്കാട് നോക്കുകയാണെങ്കിൽ ബ്രദർ ശ്രീ ശങ്കരൻ നാരായണൻ ബ്രദർ നമ്മുടെ ഈ ഒരു 2 ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ മെയിനായിട്ടും ഏകദേശം 16,000-ലധികം എക്സ് സർവീസ്മെൻ ഇവിടെയുണ്ട്. അവരുടെ ഫാമിലീസ് എല്ലാവരും കൂടി ചേരുമ്പോൾ ഏകദേശം 45,000-ഓളം ആത്മാക്കൾ അവിടെ ഉണ്ട്. ഈ ECHൻ്റെ ബെനിഫിറ്റ് അവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലികൾക്കും അവർക്കും വേണ്ടിയിട്ട് അല്ലേ അവർക്ക് എങ്ങനെ ജീവിതത്തെ സംഘർഷമുക്തമാക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് അവർക്ക് ഈ ആങ്സൈറ്റി പോലുള്ള പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തമായിട്ട് അല്ലേ സശക്തീകരിക്കപ്പെട്ട് അല്ലേ അവർക്ക് ആ ഭയമില്ലാതെ സമൂഹത്തിൽ അവരുടെ ആ റിട്ടയർ ജീവിതത്തെ ഏറ്റവും ആനന്ദപൂർണമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരെ സശക്തരാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാമുകളുടെ തന്നെ ഉദ്ദേശം. അപ്പോൾ ഈ പ്രോഗ്രാം അദ്ദേഹം നമ്മുടെ മൗണ്ട് ആബുവിലും അതുപോലെ തന്നെ ഓം ശാന്തി റിട്രീറ്റ് സെൻ്ററിലൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്ത് അനുഭവം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് പിന്നീട് ഇതിൻ്റെ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മൗണ്ട് ആബുവിൽ വിസിറ്റ് ചെയ്തതിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ബാക്കി കാര്യങ്ങളും അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നതായിരിക്കും. ജയ് ഹിന്ദ്.
വളരെ സന്തോഷവും അത് എനിക്ക് ശരിക്കും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് ഇവിടെ നമ്മൾ ബ്രഹ്മകുമാരി മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ പ്രെമിസസിൽ വരുമ്പോൾ. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാല് വെച്ചാൽ ഉടനെ തന്നെ ഒരു വൈബ്രേഷൻ വ്യത്യാസമാണ് പുറമേയുള്ള. ഞാൻ കൂടുതൽ പറയണ മുമ്പേ എൻ്റെ കളീഗ് കേണൽ ശങ്കർ നാരായണനോട് റിക്വസ്റ്റ് ചെയ്യും, നമ്മുടെ ഈ സ്ഥാപനം ECHS എന്താണെന്ന് അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അങ്ങേരെ ഒന്ന് ഞാൻ ക്ഷണിക്കുന്നു. Good morning to all of you. Respected Major General Natarajan sir, വിശിഷ്ട അതിഥികൾ, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനയപൂർവ്വമുള്ള നമസ്കാരം. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇത് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ഹാഫ് കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് സ്കീമാണ്. പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരത്താണ് ഇതിൻ്റെ ഓഫീസ്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും 1 or 2 ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്. നമ്മുടെ അടുത്ത് 36 വയസ്സ് മുതൽ 102 years വരെയുള്ള എക്സ് സർവീസ്മാൻ അവരുടെ മക്കളെ കുട്ടികളെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ബേസിക് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ECHS പോളിക്ലിനിക് മുഖാന്തരം നൽകുന്നു. ഇനി മേജർ കാര്യങ്ങൾ എന്തെങ്കിലും വേണം, ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അത് നമ്മൾ എംപാനൽ ഹോസ്പിറ്റൽ, പല എംപാനൽ ഹോസ്പിറ്റലും പാലക്കാട് ജില്ലയിൽ നമുക്കുണ്ട്. പിംസ്, തങ്കം, പാൽന, അങ്ങനെ ഒറ്റപ്പാലത്ത്, വള്ളുവനാട്, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. നീണ്ട ഒരു സൈനിക ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പല മാറ്റങ്ങളും പലർക്കും സംഭവിക്കാം. അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു മേജർ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് അതുണ്ടാവും. ECHS പോളിക്ലിനിക്കിൽ ഞാൻ ഇപ്പോൾ ഒരു 3 വർഷത്തിലധികമായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ കാണാം ചില മെഡിസിൻസ് ചില ആൾക്കാർക്ക് 18 മുതൽ 24 വരെ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ മുഖ്യ എയിം ECHS എംപാനലാക്കുന്നതിൻ്റെ മുഖ്യ എയിമും ഇതാണ്, ബ്രഹ്മകുമാരീസായിട്ട് എംപാനലാക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് ECHS ബെനിഫിഷ്യറീസ് ചിലരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുക, ചില സമയത്ത് ഇവർക്ക് പറ്റുമെങ്കിൽ ചില സമയത്ത് അവർ 2 ക്ലാസ്സുകൾ അവിടെ എടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ എയിം. ഏതാണ്ട് എൻ്റെ അടുത്ത് 16,000-ഓളം, ഈ പറഞ്ഞ മാതിരി 16,000-ഓളം എക്സ് സർവീസ്മാൻ, 45,000-ഓളം ടോട്ടൽ ബെനിഫിഷ്യറീസ് ഉണ്ട്. പാലക്കാട് ജില്ലയിൽ തൃശ്ശൂർ, തലപ്പാടി, തിരുവില്ലാമല, പഴങ്കാലക്കോട് ഈ ഭാഗത്തു നിന്നുള്ള എക്സ് സർവീസ്മാൻ എല്ലാം തൃശ്ശൂർ അധികം ദൂരമായതുകൊണ്ട് എൻ്റെ അടുത്തേക്കാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 45,000 ബെനിഫിഷ്യറീസ് ഉണ്ട് ഇവിടെ. ഇത് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ബ്രഹ്മകുമാരീസായിട്ടുള്ള MOU ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഞങ്ങളുടെ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ബ്രദർ. നമുക്കിനി ഫ്യൂച്ചറിൽ ബ്രദറുമായിട്ട് ചേർന്ന് അല്ലേ, ഈ ഒരു ഫാമിലിയുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ധാരാളം സേവനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ബ്രദർ, ക്യാൻ യു ഹൈലൈറ്റ് ഓൺ യുവർ എക്സ്പീരിയൻസസ് ടു മൗണ്ട് ആബു? ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തത് ഏകദേശം ഒരു 10-15 ദിവസം മുമ്പേ, ഏകദേശം മൗണ്ട് ആബൂൽ വെച്ചിട്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞ മാതിരി ഓണറബിൾ രക്ഷാമന്ത്രി അദ്ദേഹം സ്റ്റേജിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണ് ഈ SSWM സെക്യൂരിറ്റി സർവീസസ് വിങ് ബ്രഹ്മകുമാരീസ് ആൻഡ് ECHSൻ്റെ ഇടയിലുള്ള ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സ്പിരിച്വലോ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ഉള്ള ആളല്ല. നമുക്ക് ഈ സൈന്യ ജീവിതമായിട്ട് ഇങ്ങനെ
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾദോ ഐ എം ഗോയിങ് ടു റിട്ടയർ നോ ഇൻ ഓഗസ്റ്റ്, ബട്ട് ഇതുവരെയുള്ള ജീവിതം മുഴുവൻ ഫീൽഡിലും നമ്മുടെ ജോലി സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു ഫ്ലോയിൽ നടന്ന ആളാണ്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് സ്പിരിച്വാലിറ്റി, റിലീജിയോസിറ്റിനുള്ള അടുപ്പം അങ്ങനെ ഉണ്ടായിരുന്നില്ല. വീട്ടിലും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ നമ്മൾ വളരുമ്പോൾ ഉള്ള ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. നാട്ടിലൊക്കെ വരുമ്പോൾ ഗുരുവായൂർ പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു ബിഹാർ റെജിമെൻ്റ് എന്നാണ് ബിലോങ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗൽവാനിൽ 16 ബിഹാറിൻ്റെ എക്സ്പ്ലോയിറ്റ്സ് അഗെയിൻസ്റ്റ് ചൈന ഇൻ 2020. ആ റെജിമെൻറ്റിൻ്റെ ഹെഡായിരുന്നു ഞാൻ ഒരു 4.5 വർഷം. അപ്പോൾ എൻ്റെ റെജിമെൻറ്റിൽ 70-75% ഹിന്ദുസാണ്, ബിഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ട്രൈബൽ ഏരിയാസ് നിന്നൊക്കെ. ആൻഡ് അബൌട്ട് 10-15% ആ ക്രിസ്ത്യൻസ്. അപ്പം യൂണിറ്റിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യണം മുമ്പേയും മന്ദിർ പരേഡ് ഉണ്ടാവും, ചേർച്ച് പരേഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലും അങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിലാണ് വളർന്നിരിക്കുന്നത് ആർമിയിൽ. ഞാനിപ്പോൾ NDA ജോയിൻ ചെയ്യുമ്പോൾ 16 വയസ്സേ ഉള്ളൂ, 1984. അപ്പം അങ്ങനെ ഈ ആർമിയിലേക്ക് വന്ന്, ബിഹാർ റെജിമെൻറ്റിലേക്ക് വന്ന്, ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ലൈഫിൽ ഗ്രോ ചെയ്യണത്. So secularism is in our blood. That is our regimentation. Because ultimately, when you are on the battlefront and you have to fight, then no rules or regulations apply. It is the moral connect to the men who have to obey your command. But if you have the moral standing amongst your men and amongst the people whom you are commanding, they will obey orders. Otherwise, quoting rules, quoting, regulations will not work in the face of enemy when it is either you can run and save your life or you can stand and fight. So that is the importance of spiritual strength that we get when we are within the armed forces. But once we retire, once we come out, ഇപ്പോൾ Colonel Shankar Narayanan റിട്ടയർ ആയിട്ട് കുറച്ചായി. ഇപ്പോൾ ഇതിൻ്റെ ECHS പോളിക്ലിനിക്കിൻ്റെ ചുമതല എടുത്തിട്ടുണ്ട്. ഞാൻ ഓഗസ്റ്റിൽ റിട്ടയറാവും. റിട്ടയർ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് തുടക്കത്തിലുണ്ടാവും. എൻ്റെ അച്ഛനും ആർമിയിലായിരുന്നു, കേണലായിട്ടാണ് റിട്ടയർ ആയത് 89-ൽ. അദ്ദേഹം 93-ൽ മരിച്ചു. അപ്പോൾ ഈ 3-4 കൊല്ലം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ബിക്കോസ് ഒരു റെജിമെൻറ്റഡ് ലൈഫ് വ്യത്യാസമുണ്ട്. നമ്മൾ പുറത്ത് വന്ന എത്രയും നമ്മൾ ഈ നാട്ടിലായാലും ടൗണിലായാലും സിറ്റിയിലായാലും ഒരു തുടക്കത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഇത് കൂടാണ്ടിരിക്കാനും ഇതിൻ്റെ വേറെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ബോഡിയിൽ വരാണ്ടിരിക്കാനുമാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിൽ ഇത്രയും ഫോക്കസ് ചെയ്യണം. അത് പക്ഷേ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച നമ്മുടെ ഈ ആർമിയിലും പുറമേയുമൊക്കെ ഒരു 5-10 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ഈ ഇരിക്കുന്ന സ്ഥാപനം എന്ന് ഫ്രോം ദ വെരി ബിഗിനിങ് ഹാസ് ബീൻ ഫോക്കസിങ് ഓൺ സ്ട്രെങ്തനിങ് ദി സ്പിരിറ്റ്, സ്ട്രെങ്തനിങ് ദ സോൾ, വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഗുഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇതാണ് ദിസ് ഇസ് ദി ടീച്ചിങ് ദാറ്റ് വി വോണ്ട് ടു internalize and strengthen ourselves from inside. അപ്പോൾ മൗണ്ട് അബൂൽ ആ 2 ദിവസം അന്ന് എൻ്റെ ബോസാണല്ലോ. അപ്പോൾ ബോസ് അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്, ആ സാഹചര്യത്തിലാണ് ഞാൻ അവിടെ വന്ന് ചേർന്നത്. പക്ഷെ 2 ദിവസം അവിടെ താമസിച്ച് രാവിലെ 4 മണിക്ക് മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത്, പിന്നെ അവിടുത്തെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ട് അവിടെ 3 നേരവും നല്ല സുഭക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നല്ല ഒരു അവിടുത്തെ ഒരു അന്തരീക്ഷം എനിക്കിപ്പോൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം. പിന്നെ ഇത് അബു റോഡിലായിരുന്നു. പിന്നെ മൗണ്ട് അബുലും പോയി അവിടെ ഉള്ള ധ്യാന കേന്ദ്രവും പാണ്ഡവ് ഭവൻ അവിടെ നിന്നാണല്ലോ ഒറിജിനേറ്റ് ചെയ്ത് അവിടത്തെയൊക്കെ കണ്ട്, അപ്പോൾ വളരെ
ഈ MOU വെറും ഒരു പീസ് ഓഫ് പേപ്പർ അല്ല, ഇത് നമ്മുടെ ഭാവിയിലേക്കുള്ള വഴിയാണ് ഈ MOU കാണിക്കുന്നത്. പക്ഷെ അത് നമ്മൾ നടപ്പിലാക്കാനും അത് നടത്താനും ഗ്രൗണ്ടിൽ നിന്നാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ആ കണക്ഷനിലാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതും നിങ്ങളുടെ സപ്പോർട്ട് ചോദിക്കാനും. ദാറ്റ് ദിസ് മെസ്സേജ് വിച്ച് ഈസ് ഹിയർ ഹാസ് ടു ഗോ ഔട്ട് ഇൻ ടു ദി എൻവയറമെൻറ്റ്, എസ്പെഷ്യലി ലൈക്ക് Colonel Shankar Narayan said, this outreach has to reach our polyclinic first. അവിടെ വന്ന് നിങ്ങൾ സംസാരിച്ച് ആൾക്കാരെയൊക്കെ സംബോധനം ചെയ്ത് അവരുടെ അടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സുഖവും ശാന്തിയും അത് അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണു. നിങ്ങളുടെ വോളണ്ടിയർഷിപ്പ് ഞാൻ ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് വെറ്ററൻസിൻ്റെ ബിഹാഫിന് ഞാൻ ആവശ്യപ്പെടും. ഡൽഹിയിലും ഇതിൻ്റെ പ്രോഗ്രാംസ് ഇപ്പോൾ മെയ് 4-ാം തീയതി ചെയ്തിരുന്നു. ബ്രദർ ഗിരീഷാണ് വന്നിട്ട് അവിടെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത്. മെയ് 4-ാം തീയതി 5-ാം തീയതി ഗ്വാലിയറിലും ഭോപ്പാലിലും ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ പോളിക്ലിനിക്കിൽ നടന്നു. അപ്പോൾ പല ദിക്കിലും ശങ്കർ പറഞ്ഞ മാതിരി 450 സെൻറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഫുൾ ഇന്ത്യയിൽ. ഇപ്പോൾ ഈ 450 സെൻറ്റേഴ്സിലും നമ്മൾ ഈ മെസ്സേജ്, ഈ സ്പിരിച്വൽ സ്ട്രെങ്ത്, ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ മെസ്സേജസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഗുണം നമ്മുടെ എക്സ് സർവീസ്മെൻ കമ്മ്യൂണിറ്റിക്കും നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ വെറ്ററൻസിനും അവരുടെ ഫാമിലീസിനും വളരെ വളരെ ബെനിഫിറ്റ് ആവും. ഞാൻ എനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഈ വരണ 2-3 മാസമാണ് നമുക്ക് ക്രൂഷ്യൽ. നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് കൂട്ടണം, നമ്മളൊന്ന് ഔട്ട്റീച്ച് കൂട്ടണം. അതെങ്ങനെയാണ് എല്ലാ സെൻറ്റേഴ്സിലും ചെയ്യേണ്ടത്? അത് റെസ്പെക്റ്റീവ് പോളിക്ലിനിക് OICs അവരാണ് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് മൈ വൈഫ് Sindhu and myself and my ECHS fraternity, once again, thank you very much for honoring us, for calling us today, giving us your time, and appreciating what the Indian Armed Forces are doing and what we owe our veterans when they retire from this service. Thank you. Yeah. Thank you, sir, for offering your cooperation. നമ്മുടെ ഈ ഒരു സേവനം അവർക്കും കൂടി നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അല്ല ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുകയും അവർ മുന്നോട്ട് വന്ന് നമ്മുടെ ഈ ആത്മീയ രീതിയിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള സേവനങ്ങളിലൂടെ അവരുടെ ഡിഫൻസ് ഫോഴ്സ് എക്സ് സർവീസ്മെൻ്റെ ഉന്നമനത്തിനായിട്ട് തീർച്ചയായിട്ടും ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിലെ നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാ വോളണ്ടിയേഴ്സും സജ്ജരാണ്. നമ്മൾ അവരുടെ സേവനത്തിന് എപ്പോഴും തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് എന്നും കൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു സർ. അതുപോലെ തന്നെ നമ്മുടെ എക്സ് സർവീസ്മെൻ ആയിട്ടുള്ള കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട്. ആരൊക്കെയാണെന്ന്? യെസ്, കുറച്ച് പേരുണ്ട്. ക്യാൻ കം ആൻഡ് ഷെയർ. ഒരു ബ്രദറിൻ്റെ 2 വാക്കുകൾ ഷെയർ ചെയ്യാം. ഓം ശാന്തി. ഈ സെയിം സെക്യൂരിറ്റി സർവീസ് വിങ്ങിൽ കൂടെയാണ് ഞാനും ഈ ബ്രഹ്മകുമാരീസ് എത്തിയത്. എൻ്റെ 59 ഇയേഴ്സിൻ്റെ ലാസ്റ്റ് ടൈംസ് 11th അവറിൽ എൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നത്. ഞാൻ വിചാരിച്ച് വേറൊന്നായിരുന്നു. ബാബ ഈ കുട്ടി എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡ് റായ്പൂരിൽ 5 days കോഴ്സ് അവിടെ വെച്ചിട്ടാണ് ബാബയെ എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്താണെന്നുള്ളതിൻ്റെ സെക്യൂരിറ്റി വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡറിൽ ഒരു ജവാൻ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ ടെലിഫോൺ വരികയാണ്, കൊച്ചിന് സുഖമില്ല.
അപ്പം എന്തായി, മൈൻഡ് അങ്ങോട്ടേക്ക് പോയി നമ്മളുടെ. അപ്പം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ആരാണ് എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി തന്നു. അന്ന് മുതൽ തൊട്ട് കാര്യങ്ങൾ ഇതായി. പക്ഷേ അതേമാതിരി ഞാൻ ഫുൾ ആക്റ്റീവാണ് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ സെക്യൂരിറ്റി വിങ്ങിൻ്റെ ഇതിലൂടെയാണ് ഞാനും ബ്രഹ്മകുമാരീസിൽ എത്തിയത്. ECHSൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ നല്ലത്. ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് എനിക്ക് സേവനം ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഫുൾ ടൈം ഞാൻ ഇപ്പോൾ സിംഗിളാണ്, ഫാമിലി മുഴുവൻ ഡൽഹിയിലാണ്. അമ്മന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, മനസ്സിലല്ലേ? ഇപ്പോൾ ഫുൾ ടൈം ബ്രഹ്മകുമാരീസിൻ്റെ ആക്റ്റീവാണ്. ഫ്രം കഞ്ചിക്കോടാണ് സെൻറ്റർ അടുത്ത് അവിടുത്തെ നോക്കി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബ്രദർ. ശ്രീരാംഭായി വരും. ബ്രദറും ഷോർട്ട് സർവീസിൽ നേവിയിലായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം നമ്മുടെ വോളണ്ടിയറായിട്ട് ആലത്തൂർ ഒരു സേവാ കേന്ദ്രമുണ്ട്, അവിടെ സേവനം ചെയ്യാണ്. ഓം ശാന്തി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇന്ത്യൻ നേവിയിൽ 15 വർഷം സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്പിരിച്വൽ നോളജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലും അത് നമുക്ക് സർവീസിലെ ആ ഒരു മെൻ്റൽ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് ടെൻഷനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ഈ നോളേജ് പിന്നെ മൈൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് തന്നെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ആഫ്റ്റർ സർവീസ് നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പിന്നെ മെൻ്റൽ സപ്പോർട്ട് ആസ് വെൽ ആസ് സോഷ്യൽ സപ്പോർട്ട്, അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള ഇൻ്റർഫിയറൻസ് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നമ്മളുടെ സീനിയർ ബ്രദേഴ്സിൽ നിന്നെല്ലാം നമുക്ക് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് ബ്രഹ്മകുമാരി സർവീസ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ സർവീസ് എന്നാണല്ലോ അല്ലെ. നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ സേവനം ചെയ്തു, ഇനി അടുത്തത് നമുക്ക് ആ ഒരു സ്പിരിച്വൽ സർവീസ്, അതിലൂടെ നമുക്ക് രാജ്യത്തെ മുഴുവൻ ഇങ്ങനെയും സേവനം ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഒരു ഓർഗനൈസേഷനാണ് ബ്രഹ്മകുമാരീസ്. സോ ആ ഒരു ECHSൻ്റെയും ആ ബ്രഹ്മകുമാരീസിൻ്റെയും ആ ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ മുന്നോട്ട് പോയി അതിലൂടെ കൂടുതൽ പേർക്ക് ഇനിയും സേവനം ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. താങ്ക് യു. ഓം ശാന്തി. താങ്ക് യു ബ്രദർ. ഒരു മിനിറ്റ്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ശത്രുക്കൾ 2 തരത്തിലുണ്ടല്ലോ. ഒരു ശത്രു പുറത്തുമുണ്ട്, പിന്നെ അതിനെക്കാട്ടും വലിയൊരു ശത്രു അകത്തും ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ അകത്തെന്ന് പറയുമ്പോൾ അല്ലേ, നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ശത്രു ഉണ്ട്, ഇതിൻ്റെ അകത്ത് ശത്രു കയറിയിരിക്കുകയാണ് അല്ല. ആ ശത്രുവാണ് നമ്മളിപ്പോൾ കീഴടക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ ഒരു തളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ശത്രുവിനെ നമുക്ക് ജയിക്കാനും അതിനെ പുറത്താക്കാനും അങ്ങനെ ഒരു ജീവിത വിജയം കരസ്ഥമാക്കാനുമാണ് നമ്മുടെ ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളും വാസ്തവത്തിൽ ഒരു ആത്മീയ മിലിറ്ററി എന്ന് പറയും അല്ലേ. സ്പിരിച്വൽ വാരിയേഴ്സ് ഓർ സ്പിരിച്വൽ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാനും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാനും എന്നുള്ളതാണ് നമ്മുടെ ഈ മെഡിറ്റേഷനിലൂടെ പഠിപ്പിക്കുന്നത്. What do you want to share? Come. Good morning, everybody. Good morning, sir. Actually, my dad was also an army officer. He was a colonel in army. He was into defense, ordnance. So, we have been with him since so many years, and he just passed away 5 years back. So, he was he was very spiritual person also, and very hardworking man. So we have been taught how to be disciplined in life right from our birthhood. So how to maintain how to handle the situations in life and all. So we were quite courageous and bold according staying with him and learning so many things from him. So after, actually we had decided to settle down in Delhi, but due to some circumstances we couldn't settle down there. So we had to come back to Kerala. As my mother is alone here, so we had to come back here. So that's how we have been brought up. And my mom comes to ECHS every month. So I'm very much, I know very much about the ECHS. She comes every month for her health issues and for the checkup and all. So we have got a good connection with the ECHS team.
And I know you, sir, but maybe you don't remember me. My dad's name was Colonel C. Vijayan. So I hope you may be remembering. Komalam is his wife's name. Yeah. I had come once, twice with you, with mom also, to the ECHS hospital. So it's a very good, I mean, what they are doing is really tremendous job they are doing. They're helping the ex-service officers' wives. They are giving them every facilities, and with so much of love and affection, they are treating each and every person. So whatever the problem is there, they fast they come and they will help them out. So it's such a gratitude towards you and everybody. You all are doing such a great job, and I'm so happy that I'm into Brahma Kumaris. So it's since 10 years I am into Brahma Kumaris. I joined from Delhi, so now I am settled down in Palakkad. So it's a great opportunity for us, and our Meena sister is she is like evergreen. So wish to do service to the ECHS team. Thanks a lot. Thank you so much. Hope we meet soon. Thank you so much. Om Shanti. Om Shanti. Thank you so much. Thank you so much. രാധാകൃഷ്ണൻ ഭായ് നമ്മളെ വരുന്നുണ്ടോ? വരും. ഓരോരുത്തരും ഓരോ അനുഭവങ്ങളാണ്. എൻ്റെ അനുഭവം എന്ന് പ്രത്യേകിച്ചും വ്യത്യസ്ത രീതിയിലാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. എല്ലാവരും രോഗികളാണ്. കലിയുഗത്തിൻ്റെ എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഞാൻ കുയ്യിൽ വളർന്നവനാണ്, ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഞാൻ ചെറുപ്പത്തിലേ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പം നേവി ചേർന്നു, നേവിയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും ഇപ്പോഴും നടക്കുന്ന അനുഭവങ്ങളും ഡോക്ടറായിട്ടോ ECHS പോകാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഇന്ന് വരെയും യാതൊരു സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ ഹെൽത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ കൃത്യസമയത്ത് എണീക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവം. ഒരു ഡോക്ടറും വേണ്ട, ഒരു മരുന്നും ആവശ്യമില്ല, ആണോ? അപ്പോൾ ഇത് വളരെ ചുരുക്കം പേരെ ചെയ്യാറുള്ളൂ. ആര് ചെയ്യുന്നുണ്ടോ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നേവി തന്നെയാണെങ്കിലും, നേവിയിൽ ഞാൻ 15 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം ഷിപ്പിൽ പോകണം, റോളിങ് ആൻഡ് പിച്ചിങ്. എന്താ റോളിങ് പിച്ചിങ് എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഇങ്ങനെ എടുത്ത് ചാടും, ഇങ്ങനെ പോകും. അപ്പോൾ അതിൽ മിക്കവാറും ആൾക്കാർക്ക് വൊമിറ്റിങ് വരും. അവർ പിന്നെ ഒരു കര വിട്ട് കഴിഞ്ഞാൽ അടുത്ത കര എത്തുന്നവരെ അവരെ കാണാൻ കിട്ടില്ല, ഫ്ലാറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കാണുന്നവർക്കെല്ലാം നമ്മൾ സഹായിക്കാം. അപ്പം അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ നേരിട്ട് വന്നു. ECHS ഞാൻ പോയിട്ടുണ്ടായിരുന്നു 1-2 പ്രാവശ്യം അവിടെ കാണാനായിട്ട്, കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ അവിടെ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നില്ല. കാർഡ് പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓം ശാന്തി. അവരുടെ ആരോഗ്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും സീക്രട്ട് എന്ന് പറയുന്നത് അതാണ്. അവർ ആത്മീയമായിട്ടുള്ള ഈ ഒരു സേവനത്തിൽ അവർ ഫുൾ ടൈം അവർ സമർപ്പിക്കുകയാണ്. സോ ദേ ആർ ബിസി, എൻഗേജ്ഡ് അല്ലേ? അവർ നമ്മുടെ ഈ ആത്മീയമായിട്ടുള്ള സേവനത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. ശമ്പളം ഭായ്, ഞാൻ AMCയിൽ 28 വർഷം സർവീസ് ചെയ്ത് വന്ന ആളാണ്. ECHS കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ സേവനം നല്ല വിധത്തിൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ എവിടെ വേണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റോ ഡോക്ടർമാരോ എല്ലാം വളരെ ഫേവറായിട്ട് നല്ല വിധത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇത്രയും. പിന്നെ ഈ അടുത്ത പ്രാവശ്യം മുതൽ ECHൽ പോയി കഴിഞ്ഞാൽ കേവലം മരുന്ന് മാത്രമല്ല കിട്ടുക അല്ലേ? ശരീരത്തിനുള്ളത് മാത്രമല്ല, മനസ്സിനുള്ള ട്രീറ്റ്മെൻറ്റും ഊർജവും നമുക്കൊക്കെ ഇനി അവൈലബിൾ ആയിരിക്കും അല്ലേ? സോ താങ്ക് യു. നമുക്ക് സിസ്റ്റർ ഇപ്പോൾ കുറച്ച് നമ്മുടെ മെഡിറ്റേഷൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. ഈ അവസരത്തിൽ സാറിന് വളരെയധികം നന്ദി പറയാണ്. നമ്മുടെ ഈ മിലിറ്ററി സർവീസ് നേവിയിൽ നിന്നാണെങ്കിലും മിലിറ്ററിയുടെ ഏത് വിഭാഗത്തു നിന്നുള്ള നമ്മുടെ സഹോദരന്മാരിവിടെ ക്ലാസ് റെഗുലറായിട്ട് കേൾക്കുന്നുണ്ടോ? ഈ ബ്രദേഴ്സ് എല്ലാം ഇപ്പോൾ സംസാരിക്കുമെന്ന്
ഇവരാണ് ഇവിടുത്തെ സർവീസിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത്. അത് മിലിറ്ററിയുടെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും ഞാൻ പറയും, ഇവരിവിടുത്തെ യൂത്താണ്. ഇപ്പോഴും ഒക്കെ 70+ ഒക്കെയാണ് ബ്രദേഴ്സ്. പക്ഷേ അവർ 16 വയസ്സുള്ളവരെക്കാളും ഊർജ്ജസ്വലരാണ്, അക്യുറേറ്റ് ആണ്, അലർട്ടാണ്, ഇത്രയും ഡിസിപ്ലിൻഡ് ആണ്. എല്ലാ സർവീസും ഇത്രയും സത്യസന്ധമായിട്ട് ചെയ്യും. ഇപ്പോൾ രാവിലെ മുതൽ അക്ഷീണമായിട്ട്, ബാക്കി ആര് റെസ്റ്റ് എടുത്താലും അവർക്ക് നോ റെസ്റ്റ്, അവർക്ക് റെസ്റ്റേ ആവശ്യമില്ല. അത്രത്തോളം സർവീസിൽ ഏറ്റവും അക്യുറേറ്റ് അലേർട്ടായിട്ടുള്ള സ്പെഷ്യൽ ടീമാണ് ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് വന്നിട്ടുള്ളവർ. ബാക്കി എല്ലാ ആൾക്കാരെയും വെച്ച് നോക്കും, ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് തീർച്ചയായും മിലിറ്ററിയിൽ നൽകിയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അവർ ദീർഘകാലം അങ്ങനെ ജീവിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് അവരിപ്പോഴും അവരുടെ ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട്. സോ നമ്മുടെ രാജ്യത്തിൻ്റെ വിശേഷിച്ചും ഡിഫൻസ് ഫോഴ്സിന് അവർ നൽകുന്ന ട്രെയിനിങ്ങിന് വളരെയധികം ഹൃദയം നിറഞ്ഞ് നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്ന മേജർ സാറിനും നമ്മുടെ കേണൽ സാറിനും സാറിൻ്റെ സഹധർമ്മിണിക്കും ECHS എത്തിച്ചേർന്നിരിക്കുന്ന ഇവരുടെ പേരെന്താ, സുരേഷ് സാറ്, എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ് നന്ദി, നമസ്കാരം. ഏറ്റവും കൂടുതൽ സന്തോഷം ഇതാണ്, സാറ് ഇത് ഭാരതദേശത്തിന് എല്ലാ ECHSലേക്കും വേണ്ടിയിട്ടാണ് ഈ MOU സൈൻ ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. പാലക്കാട് സാറിൻ്റെ ജന്മദേശമായതുകൊണ്ടും സാറ് ഇപ്പം ലീവിന് ഇവിടേക്ക് വന്നതുകൊണ്ടും ECHSുമായി ചേർന്നുള്ള സേവനങ്ങൾക്ക് സാറ് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊരു സ്പെഷ്യൽ ലോട്ടറി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്ത് പ്രോഗ്രാം പൂർത്തിയാക്കാം. സാറിൻ്റെ സഹധർമ്മിണിക്കും വളരെ 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 നന്ദി. നിവർന്നിരിക്കാം, സ്വസ്ഥമായിരിക്കാം. ശ്രദ്ധ ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് ഏകാഗ്രമാക്കാം. മനസ്സൊരു കടൽ പോലെയാണ്. സങ്കല്പങ്ങളുടെ അലകളാണ്, തിരമാലകൾ പോലെ അലയടിക്കുകയാണ്. കടലിൻ്റെ മുകൾ പരപ്പിൽ മാത്രമാണ് തിരമാലകൾ തിരതല്ലുന്നത്. കടലിൻ്റെ അടുത്തിട്ട് അതീവ ശാന്തമാണ്. അതുപോലെ എൻ്റെ മനസ്സിൻ്റെയും മുകൾ പരപ്പിലാണ് ചിന്തകളെല്ലാം. അല്പനിമിഷങ്ങൾ മനസ്സാകുന്ന കടലിൻ്റെ അടിത്തട്ടിലേക്ക് ആഴത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. അതീവ ശാന്തമായ എൻ്റെ ഒറിജിനാലിറ്റി, റിയാലിറ്റിയെ റിയലൈസ് ചെയ്യാം. പൂവമായി ആരാണ് ഞാൻ? പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരമാണോ ഞാൻ? ദേഹം ദഹിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആരാണ്? ചിന്തിക്കുന്നത് ഞാനാണ്. തോട്ട് പവർ എൻ്റേതാണ്, മനസ്സെൻ്റേതാണ്, ബുദ്ധിയും എൻ്റേതാണ്.
കർമ്മവും എൻ്റേതാണ്, കർമ്മഫലങ്ങളും എൻ്റേതാണ്. ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഞാനാണ് അനശ്വര ഊർജം, ഡിവൈൻ എനർജി. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ഡിവൈൻ ഫോഴ്സ്, സ്പിരിച്വൽ ബീയിങ്. ശാന്തമായ ഊർജകണികയാണ് ഞാൻ. മിന്നാമിനുങ്ങ് പോലെ പ്രകാശിക്കുന്ന പോയിന്റ് ഓഫ് എനർജി, പീസ്ഫുൾ എനർജി. I am a peaceful being. ഞാനാണ് ശാന്തി. ശാന്തി തന്നെയാണ് ഞാൻ. ശാന്തിയിലാണ് സുഖം. I am a blissful being. ശാന്തിയിലാണ് ശക്തി. ശാന്തിയുടെ ശക്തി ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ഡിവൈൻ ഫോഴ്സ്, എന്നിലെ ശക്തി, ഡിവൈൻ പവേഴ്സ്. സർവശക്തികളുടെയും സ്ഥിരാകേന്ദ്രമാണ് ഞാൻ. I am a powerful being. ശക്തികളുടെ ഊർജപ്രവാഹം മനസ്സിൽ നിന്ന് ശിരസിൽ മുഴുവൻ നിറഞ്ഞ് കേശാധിപാതം നാഡീഞരമ്പുകളിലൂടെ ഒഴുകുന്ന ഡിവൈൻ പവർ ശിരസ് മുതൽ പാദം വരെ ഡിവൈൻ എനർജി പ്രസരിച്ച് ശരീരത്തിലെ അംഗപ്രത്യംഗങ്ങളെ ശാന്തവും സ്വസ്ഥവും ശീതളവുമാക്കുകയാണ്. മനസ്സും ശാന്തി, ശരീരവും ശാന്തി. ശാന്തിയുടെ വൈബ്രേഷൻസ് അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞ് ചുറ്റുപാടും ശാന്തി. ഈ പീസ്ഫുൾ വൈബ്രേഷൻസ് അല അലകളായി അന്തരീക്ഷത്തിൽ കൂടി ഈ എനർജി ഓരോ മനസ്സുകളിലും, പ്രത്യേകിച്ചും വിഷമിക്കുന്ന ഓരോ ഹൃദയങ്ങളിലും
അപ്രതീക്ഷിത വേർപാടിൽ, പ്രത്യേകിച്ചും ജമ്മുവിൽ നടന്ന കൂട്ടക്കൊലയിൽ വിഷമിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിലേക്ക് ഭാരതമെന്ന ഈ കുടുംബാംഗങ്ങളുടെ, ഭാരതീയരുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് ശാന്തിയുടെ ശക്തി നിറഞ്ഞ് മനസ്സുകൾക്കെല്ലാം സാന്ത്വനമുണ്ടാകട്ടെ. സർവശക്തിവാൻ പരമരക്ഷകൻ പരംപിത പരമാത്മാവിൻ്റെ ശക്തി കിരണങ്ങൾ ഒരു കുട പോലെ, കൊട്ട പോലെ നമ്മുടെ നാടിൻ്റെ അതിർത്തി കാക്കുന്ന സുരക്ഷാ സേനയ്ക്കും സർവദേശവാസികൾക്കും വിശ്വമാകുന്ന ഈ മുഴുവൻ കുടുംബത്തിനും ഈശ്വരീയ ശക്തികളുടെ കുടക്കീഴിൽ മനക്കരുത്തും മനോധൈര്യവും മനഃശാന്തിയും സദാ സുരക്ഷയും ഉണ്ടാകട്ടെ. വിശ്വമംഗളകാരിയായ പരമാത്മാ പിതാവിൻ്റെ കുടക്കീഴിൽ സർവർക്കും മംഗളമുണ്ടാകട്ടെ. സർവർക്കും മംഗളം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി. 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 ഓം ശാന്തി. ശാന്തിയുടെ ശക്തമായ ആ തരംഗങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ആ ഒരു ശക്തമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ ആ ഒരു സേവനം നമുക്ക് തുടർന്നുകൊണ്ടിരിക്കാം. കാരണം ഇന്ന് ലോകത്ത് അശാന്തി കൂടുതൽ പരന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അശാന്തി പരത്തുന്നവർ ധാരാളമുണ്ട്, തീയിടുന്നവർ ധാരാളമുണ്ട്, അല്ലേ? പക്ഷേ തീ കെടുത്താനായിട്ട് ഫയർ ഫൈറ്റേഴ്സ് വേണ്ടേ? ശാന്തി പരത്താനായിട്ട് ആൾക്കാർ വേണ്ടേ? എന്നാലല്ലേ ആ തീ അണയുകയുള്ളൂ, അല്ലെങ്കിൽ ശാന്തി സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ് അത് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് കൂടുതൽ ശക്തമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ്, അതിൽ പ്രത്യേകിച്ച് എക്സ് സർവീസ്മെൻ ആയിട്ടുള്ളവർ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസ് ആണെന്ന് പറയാറുണ്ട്, അല്ലേ? ഏറ്റവും ഇത്രയും ട്രെയിനിങ് എടുത്തവരാണ്, ഇത്രയും ശക്തിശാലികളാണ്, ഇത്രയും കഴിവുള്ളവരാണ്. പക്ഷേ
വളരെയധികം കുറച്ച് മാത്രമേ അവരെ പിന്നീട് അവരുടെ ആ സേവനത്തിന് വിശേഷം അവരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിശ്വവിദ്യാലയം അവർക്കും ഒരു പ്ലാറ്റ്ഫോം നൽകുകയാണ്, അല്ലേ? അവരുടെ കഴിവുകളെ, അവരുടെ ജീവിതത്തെ എല്ലാം നല്ല രീതിയിൽ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത്രയും കാലം രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചത്, അതുപോലെ തന്നെ ഈ ഒരു ആത്മീയ സേവനത്തിലൂടെ തീർച്ചയായിട്ടും അവർക്ക് ഈ സമൂഹത്തിനുള്ള സേവനം തുടർന്നും ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു സാഹചര്യവും ആണ് അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അവർക്കും സേവനം ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും അതിലൂടെ അവരുടെ സെൽഫായിട്ടുള്ളൊരു പുരോഗതിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഉള്ളൊരു പ്രോഗ്രാമിൻ്റെ ഒരു ബ്രദർ പറഞ്ഞല്ലോ ആഗസ്റ്റിൽ റിട്ടയർ ആവുകയാണെന്ന്. അതിനു മുമ്പ് തന്നെ ബ്രദർ ഈ MOU സൈൻ ചെയ്യുകയും, അല്ലേ, അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ആ വലിയൊരു സേവനത്തിൻ്റെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേരളത്തിൻ്റെ തന്നെ ഒരു ലോഞ്ചിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഈ ഒരു MOU കേരളത്തിൻ്റെ മാത്രമല്ല മുഴുവൻ ഭാരതത്തിൻ്റെ വേണ്ടി സേവനത്തിന് വേണ്ടിയുള്ള MOU ആണ്. അത് തീർച്ചയായിട്ടും ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതിലൂടെ ഉണ്ടാവുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു സേവനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ ബ്രദർ ഇവിടെ വന്ന്, അല്ലെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലോഞ്ചിങ് അല്ലെങ്കിൽ ഇനോഗ്രേഷൻ ചെയ്തതിന് വി ആർ വെരി മച്ച് ഹോണേർഡ് ആൻഡ് പ്രിവിലേജ് ടു ഹാവ് യു ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. താങ്ക് യു സർ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ശങ്കരനാരായൺ സാറും വന്ന് നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിനും ഞാൻ ആദരപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അല്ലെ, നമ്മുടെ ഈ എക്സ് സർവീസ്മെൻ എന്നുള്ളത് പറയുന്നത് പോലെ നല്ല ഇൻ്റർണൽ ഡിഫൻസിൽ സഹായത്തിലൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ പോലീസ് ഫോഴ്സസ്. സോ പോലീസ് ഫോഴ്സിന് റിട്ടയർ ആയിട്ട് വന്നിട്ടുള്ള ബാലകൃഷ്ണൻ ബ്രദർ വരും. ബ്രദർ 2 വാക്ക് പറയും. വരും. റിട്ടയർഡ് SI ആണ് അദ്ദേഹം. തിരുപ്പൂരാണ് സ്വദേശം, പക്ഷേ ഇവിടെ വരും. തേനൂരാണ് ബ്രദറിൻ്റെ സ്വന്തം സ്ഥലം. അവിടെ ബ്രഹ്മകുമാരീസിൻ്റെ തന്നെ ഒരു സെൻറ്റർ സ്വയം സ്ഥാപിക്കുകയും അവിടുത്തെ നാട്ടുകാരുടെ സേവനത്തിന് വേണ്ടിയിട്ട് ബ്രദർ ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹി വിൽ ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഓം ശാന്തി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 35 വർഷം സർവീസ് ചെയ്തു. 12 വർഷമായി എനിക്ക് ബ്രഹ്മകുമാരീസിൻ്റെ ചേരാൻ കഴിഞ്ഞു. അതിനുള്ള സന്ദർഭം കിട്ടി. അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശാന്തിയും സമാധാനവും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാവർക്കും അതേമാതിരി കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളത് എനിക്ക് ബാബയോടും കൂടി യാചിക്കുന്നു. ഓം ശാന്തി. താങ്ക് യു ബ്രദർ. നമുക്ക് നാഷണൽ അന്തത്തോടു കൂടി പ്രോഗ്രാം അവസാനിപ്പിക്കാം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।